നമസ്കാരം. മതവിദ്വേഷ പ്രസ്താവന നടത്തിയെന്ന പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തതോടെ PC ജോർജ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. രാവിലെ മുതൽ നടന്ന കോടതി നടപടികൾക്ക് ശേഷമാണ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഈരാറ്റുപേട്ട പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് PC ജോർജിനെ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി പോലീസിനെ കൊണ്ടുപോകുന്നതും പോലീസ് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരുന്നതുമാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഈരാറ്റുപേട്ട പോലീസ് PC ജോർജിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള ഉത്തരവ് കോടതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. BJP നേതാക്കളുടെ അവർ ഉണ്ടായിരുന്നു. അവർ BJP നേതാക്കളൊക്കെ PC ജോർജിനൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ജനുവരി 5-നാണ് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ തുടർന്ന് PC ജോർജിനെതിരെ ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് സെക്രട്ടറിയായ മുഹമ്മദ് ഷിഹാബ് പരാതി നൽകുന്നത്. ഇതേ തുടർന്ന് PC ജോർജിനെതിരെ മതസ്പർദ്ധ വളർത്തൽ, കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം കോട്ടയം സെക്ഷൻ കോടതിയിലും അവിടുന്ന് ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഹൈക്കോടതിയും ജാമ്യം തള്ളുകയായിരുന്നു. അദ്ദേഹം മുൻപ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി. അത് കടുത്ത നിർദ്ദേശപ്രകാരം ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകിയതാണ്. എന്നാൽ ഇദ്ദേഹം വീണ്ടും ഇത് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ജാമ്യം നിഷേധിച്ചത്. പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് ജാമ്യം അപേക്ഷ നൽകിയിരുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു. പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച 2 തവണയാണ് ഈരാറ്റുപേട്ടയിലുള്ള വസതിയിൽ PC ജോർജിനെ തേടിയെത്തിയത്. എന്നാൽ പോലീസിന് അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം പാലാ DYSPക്ക് താൻ തിങ്കളാഴ്ച ഹാജരായിക്കോളാം, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് നാടകീയമായ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരവധി പ്രവർത്തകർ, പോലീസ് ഒക്കെ എത്തിയിരുന്നു. BJP പ്രവർത്തകരൊക്കെ വീടിന് മുറ്റത്ത് അദ്ദേഹം ഹാജരാകും, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് മുൻകൂർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വന്നിരുന്നു. എന്നാൽ അദ്ദേഹം നാടകീയമായ രീതിയിൽ അദ്ദേഹം BJP നേതാക്കൾക്കൊപ്പം തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയിൽ ഹാജരാകുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കോടതി മുന്നാകെ ഹാജരാകുന്നത്. പിന്നീട് വാദം കേട്ടതിന് ശേഷം അവിടെ APP ഇല്ലായിരുന്നു, പബ്ലിക് പ്രോസിക്യൂട്ടർ ഈരാറ്റുപേട്ട കോടതിയിൽ ഇല്ലായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറാണ് മുൻപാകെ ഓൺലൈനിലാണ് വിചാരണ നടന്നത്. അതേ തുടർന്ന് 6 മണി വരെ PC ജോർജിനെ കസ്റ്റഡിയിൽ വയ്ക്കുവാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ അറസ്റ്റോ റിമാൻഡിലേക്ക് ഒന്നും ഇതുവരെ പോകുന്ന കാര്യം കോടതി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അത് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യും. ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും അദ്ദേഹത്തിനെ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കും. പിന്നീടാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഇപ്പോൾ PC ജോർജിനെ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതേസമയം അദ്ദേഹം ജാമ്യം അപേക്ഷ നൽകിയപ്പോൾ അദ്ദേഹം വൈദ്യസഹായത്തോടെയാണ് ജീവിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങുന്നതിന് പോലും താങ്കൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ജാമ്യാപേക്ഷയാണ് അദ്ദേഹം നൽകിയത്. ഇന്ന് രാവിലെ നാടകീയമായി തന്നെ അദ്ദേഹം BJP പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോകാതെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോടതിയിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പ്രതികരണം ആരാഞ്ഞു. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനൊന്നും തയ്യാറായില്ല. ഇത് കഴിഞ്ഞ് ഈ നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊക്കെ കോടതി വളപ്പിൽ എത്തിയിരുന്നു. അവർ PC ജോർജിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത നടപടി അത് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. സർക്കാരിന്റെ സഹായം PC ജോർജിന് ലഭിക്കുന്നു, പോലീസ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ പരാതിയും ഒക്കെയായി യൂത്ത് ലീഗ് പ്രവർത്തകർ അവർ നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു. യൂത്ത് ലീഗ് പറയുന്നത് ഇദ്ദേഹത്തിനെ മാതൃകാപരമായി അറസ്റ്റ് ചെയ്ത് ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണമെന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ അദ്ദേഹം പലതവണ നടത്തുന്നു. അതിനെതിരെ ഒരു മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ എന്നാണ് ഈ പരാതിക്കാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും PC ജോർജ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ബാക്കിയുള്ള നടപടികൾ 6 മണിക്ക് ശേഷമാണ്, കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ ഉണ്ടാകുക. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ഈരാറ്റുപേട്ട.